ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പാൻറ്റീസാണ്. അപ്പം നമുക്ക് ഈ പീരീഡ്സ് ആവുന്ന ടൈമിൽ ഒത്തിരി ബ്ലീഡിങ് ആയിട്ടുള്ള ടൈം ചിലവർക്കൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പാൻറ്റീസിൽ ലീക്ക് ആവാതെ നമുക്ക് എങ്ങനെ പാഡ് ഒട്ടിക്കാമെന്നാണ് നോക്കുന്നത്. 3 പാഡ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. 3 പാഡ് നമ്മൾ പാൻറ്റീസിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ലീക്കേജ് കുറയ്ക്കാം. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഡ് ഒട്ടിച്ചു കൊടുക്കാവേ. ഒന്നാമത്തെ പാഡ് എങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നടുക്ക് വശം ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാഡിൻ്റെ അകത്തുള്ളതാണ്ട് ഈ ചെറിയ പേപ്പറില്ലേ, അത് കളയില്ലേ കേട്ടോ. ഇതേപോലെ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റീസ് പാൻറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയൊന്നും ചെയ്യില്ല. ഇനി രണ്ടാമത്തെ നമ്മുടെ പാഡ് എടുക്കുകയാണേ. രണ്ടാമത്തെ പാഡ് നമ്മുടെ ആ പാൻറ്റീസിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനീ പറയുന്ന മെത്തേഡ് നമുക്ക് ഈ ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബ്ലീഡിങ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ലീക്കിംഗ് പ്രോബ്ലം തടയാൻ പറ്റും. നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ലീക്കേജ് ആവത്തേ ഇല്ല. ഇതാണ്ട് രണ്ടാമത്തത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പാഡാണ് കേട്ടോ ഇത്. 3 പാഡ് ആവശ്യമായിട്ട് വരും. അങ്ങനെ മൂന്നാമത്തെ പാഡ് തണ്ടേ നമ്മുടെ പാൻറ്റീസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ 3 പാഡും പാൻറ്റീസിൽ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ചുരുക്കം കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നമ്മുടെ ഈ 3 പാഡ് ഇങ്ങനെ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ഓവറായിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 3 പാഡ് നമ്മുടെ പാൻറ്റീസിലേക്ക് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളകി പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ ആദ്യം ഒട്ടിക്കുന്ന പാഡ് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി 2 ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ദാണ്ട് പാൻറ്റീസ് കണ്ടോ, ഇതേ രീതിയിലിരിക്കും. ലീക്കേജ് പ്രോബ്ലംസൊക്കെ ഒത്തിരി നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്താൽ.